കേരള രാഷ്ട്രീയത്തിൽ കുറച്ചുനാൾ മുമ്പ് വരെ നമ്മൾ കേട്ടിരുന്ന ഒരു കാര്യമുണ്ട്. ഒരു ശപഥം പോലെ UDF LDF ഒരു കാരണവശാലും BJPയെ സംഘപരിവാറിനോട് വളരാൻ സമ്മതിക്കത്തില്ല. ഒരു നിശ്ചിത ശതമാനം വോട്ടിനപ്പുറം അവർക്ക് വോട്ട് കൊടുക്കുകയുമില്ല, അവരെ വളരാനും സമ്മതിക്കത്തില്ല. അത് സാണകമാണ്, ചങ്കിയാണെന്നൊക്കെ പറഞ്ഞ് വേണ്ട ബഹളമാണ്. പക്ഷേ ഇപ്പോൾ BJP ഒരു ഓപ്ഷണൽ പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ള സംശയമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ജാതി മത വ്യത്യാസമനുസരിച്ച് ആളുകൾ BJPയിലേക്ക് പോവുകയാണോ? ഇന്നിപ്പോൾ നടക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ 2-3 ദിവസമായി, കുറച്ച് ദിവസം രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഇത് കുറച്ച് ദിവസമായി നടക്കുകയാണ്. പക്ഷെ ഇന്ന് 2-3 ദിവസം S രാജേന്ദ്രൻ ഇടുക്കിയിലെ മൂന്നാറിലേക്ക് വളരെ വലിയ നേതാവാണ്. CPMന്റെ MM മണി കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന നേതാവാണ് S രാജേന്ദ്രൻ. അദ്ദേഹം നിരവധി തവണ MLA ആയിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് CPMമായിട്ട് തെറ്റി അദ്ദേഹം BJPയിൽ പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. BJPയിൽ രാജീവ് ചന്ദ്രശേഖറുമായി ചർച്ച നടത്തി. കഴിഞ്ഞ ദിവസമാണ് CPM സഹയാത്രികനും നല്ലൊരു സമ്പന്നനും ജേർണലിസ്റ്റും ഒക്കെ ഉണ്ടായിരുന്ന, അമേരിക്കയിലൊക്കെ ദീർഘകാലം ജോലി ചെയ്തിരുന്ന, ഇവിടെ CPMന്റെ സഹയാത്രികൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാ ചാനലിലും വന്ന് കിടന്ന് ആവശ്യം പോലെ ന്യായീകരിച്ച് ബഹളം ഉണ്ടാക്കുന്ന റെജി ലൂക്കോസ് BJPയിലേക്ക് ചേർന്നിരിക്കുന്നത്. ഹസ്കർ ഇങ്ങനെ CPMമായിട്ട് പിണങ്ങി നിൽക്കുന്നു. ഇനി BJPയിൽ ചേരുമോ എന്നറിയില്ല. അതുപോലെ അട്ടപ്പാടിയിലെ രാമകൃഷ്ണൻ എന്ന് പറയുന്ന മുൻ ഏരിയ സെക്രട്ടറി BJPയിലേക്ക് ചേർന്നിരിക്കുന്നു. തിരുവനന്തപുരം മംഗലാപുരത്തുള്ള മുൻ ഏരിയ സെക്രട്ടറി BJPയിലേക്ക് ചേർന്നിരിക്കുന്നു. ഞാൻ ആളുകൾ BJP ചേരുന്നതിന് പ്രൊമോട്ട് ചെയ്യാനോ BJP റിക്രൂട്ട്മെന്റ് ഏജൻസി ആയിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ ഒരു ഓപ്ഷനായി BJP വരുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. കാരണം ഇപ്പോൾ സെലിബ്രിറ്റികൾ, ശ്രീലേഖ IPSനെ പോലുള്ളവർ, IASകാർ, IPSകാർ, അതുപോലെ തന്നെ മറ്റ് സിനിമാ നടന്മാർ, ഇപ്പോൾ കൃഷ്ണകുമാറിനെ പോലെ തന്നെ ഉണ്ണി മുകുന്ദന്റെ പേര് കേൾക്കുന്നു, കൃഷ്ണപ്രസാദ് എന്ന് പറയുന്ന നടന്റെ പേര് കേൾക്കുന്നു. അങ്ങനെ ഒത്തിരി മേജർ രവി ആൾറെഡി അതിനകത്തുണ്ട്, മേജർ രവിയുടെ പേര് കേൾക്കുന്നു. അങ്ങനെ മത്സരിക്കാനാകട്ടെ അല്ലെങ്കിൽ BJPയുടെ ബാനറിലേക്ക് ചേരാനാകട്ടെ നിരവധി ആളുകളുടെ പേരുകൾ ദിവസം പ്രതി മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു രസകരമായി കേരളത്തിൽ കാണുന്ന ഒരു കൗതുകം, ഇന്നലെ വരെ പറഞ്ഞ ആശയ ആദർശ കടുകട്ടി രാഷ്ട്രീയമുണ്ടെന്ന് 2 കൈയിലും ആത്മാവിലും പറങ്കാവിലും സകലത്തിലും രക്തത്തിലും മജ്ജയിലും മാംസനുമെല്ലാം കമ്മ്യൂണിസം അരച്ച് കലക്കി കുടിച്ചു എന്ന് പറഞ്ഞവരും BJPയിലേക്ക് ചേർന്നു. കോൺഗ്രസ്സുകാർക്ക് പിന്നെ അത്രയും അരച്ച് കലക്കി കുടിച്ചവരല്ല ഗാന്ധിസമൊന്നും, അതുകൊണ്ട് അവർക്ക് ചേരാൻ ബുദ്ധിമുട്ടില്ല. അവരും ചേരുന്നു. മുസ്ലിങ്ങൾ പലരും ചേരുന്നു, ക്രിസ്ത്യാനികൾ ചേരുന്നു. അങ്ങനെ നിരവധി ആളുകളാണ് BJPയിലേക്ക് പല ന്യായങ്ങൾ പറഞ്ഞ് ഞങ്ങൾ മോഡിയുടെ വികസനം കണ്ടുവരുന്നു, രാജീവ് ചന്ദ്രശേഖർ മിടുക്കനായോണ്ട് വരുന്നു, വികസിത കേരളം കണ്ടുവരുന്നു, ഇനി നോർത്ത് ഇന്ത്യയിലെ വികസനം സൗത്ത് ഇന്ത്യയിൽ വേണോ എന്ന് പറയുന്നു വരുന്നു, ഇവിടെ കുട്ടികളെയൊക്കെ ഇവിടെ നിലനിർത്തണം, അതുകൊണ്ട് വികസനം വേണം, റോഡ് വേണം, പാലം വേണം, അപ്പോൾ ദുഷിച്ച അല്ലെങ്കിൽ ദ്രവിച്ച പഴയ ആശയവും കൊണ്ട് ഇനി നടക്കുന്നതിൽ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ BJPയിൽ ചേരുന്നുണ്ട്. ചേരുന്നവരെല്ലാം ഭൈമി കാമുകന്മാരാണോ? അവർക്കെല്ലാം സീറ്റ് സ്ഥാനവും കൊടുക്കുമോ? റെജി ലൂക്കോസിനെ കുറിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് കേട്ടത്, റെജി ലൂക്കോസ് CPMന്റെ കടുത്തുരുത്തിയിൽ മത്സരിക്കാൻ ഒരു ചാൻസ് ചോദിച്ചെന്നും അത് കൊടുക്കാൻ പറ്റില്ല, അവിടെ കേരള കോൺഗ്രസ് എമ്മിനാണ് അവിടുത്തെ സീറ്റ്, അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ കൊടുക്കാൻ കഴിയില്ല, ചിലപ്പോൾ ജോസ് കെ മാണി അവിടെ മത്സരിക്കും, അപ്പോൾ ജോസ് കെ മാണിയെ മാറ്റിയിട്ടും നമ്മുടെ റെജി ലൂക്കോസിന് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം BJPയിൽ ചേർന്നിരിക്കുന്നത് കടുത്തുരുത്തി സീറ്റ് കണ്ടുകൊണ്ടാണ് എന്നുള്ളൊരു വാദവും ഇറങ്ങുന്നത്. അറിയില്ല, ചിലപ്പോൾ BJPന്റെ സീറ്റ് കൊടുക്കുമോ, അങ്ങനെയാണെങ്കിൽ അതിനെ എങ്ങനെ ന്യായീകരിച്ച് റെഡിയാക്കി എടുക്കുമെന്ന് റെജിക്ക് അറിയാവും, നമുക്കറിയത്തില്ല. എന്തായാലും വളരെ വലിയ തോതിൽ പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇതിനകത്ത് പോകാൻ, ഇപ്പൊ ഫക്രുദ്ദീൻ അലി എന്ന് പറയുന്ന ആള്, അദ്ദേഹം BJP ലൈനിലാണ് ഇപ്പൊ സംസാരിച്ച് പോകുന്നത് കേട്ട് കഴിഞ്ഞാൽ. ഒരു മുഹമ്മദ് ഉണ്ട്, അദ്ദേഹം CPIക്കാരനാണ്, പക്ഷെ ഇപ്പോൾ അദ്ദേഹം സനാതനധർമ്മവും അതുപോലെ തന്നെ മനുസ്മൃതിയും അതുപോലെ ഹിന്ദു ആചാരങ്ങളിലും ഹിന്ദു വിശ്വാസങ്ങളിലും ഒക്കെ വലിയ താല്പര്യം വെച്ച് വരുന്നൊരു മുഹമ്മദ് ഉണ്ട്. ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇതിനകത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ BJP ഒരു അസ്പൃശ്യ പാർട്ടിയിൽ നിന്ന് മാറി, തൊട്ടുകൂടായ്മയിൽ നിന്ന് മാറി ആളുകൾ അതിനകത്തേക്ക് ചേരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പണ്ട് മുതൽ തന്നെ, ഞാനൊക്കെ പൊളിറ്റിക്സിലൊക്കെ പ്രവർത്തിച്ച കാലം മുതലേ പറയാറുണ്ട്, ഒരു പാർട്ടിയും ഇന്നെവിറ്റബിൾ അല്ല, അല്ലെങ്കിൽ ഒരു പാർട്ടിയും എവിറ്റബിളും അല്ല, ഒരു പാർട്ടിയും അനിവാര്യവുമല്ല, ഒരു പാർട്ടിയും ശാശ്വതവുമായിരിക്കണം നിർബന്ധമല്ല, അനിവാര്യമായിട്ടുള്ള ഇന്നെവിറ്റബിൾ ആയിട്ടുള്ളതല്ല, നശിക്കുന്നതാണ്. അപ്പോൾ പലതും മാറുന്നു. ഇവിടെ RSP ഉണ്ടായിരുന്നു, PSP വളരെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി വലിയ പാർട്ടിയായിട്ടുണ്ടായിരുന്നു, ജനതാ പാർട്ടി ഇന്ത്യയിലെ വലിയ പാർട്ടിയായിരുന്നു, എത്രയോ പാർട്ടികൾ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ വന്നുപോയി. അപ്പോൾ അതൊന്നും ഒരു വിഷയമല്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ മേധാശക്തിയും ചിന്താശക്തിയും
കാലദേശങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അത് സ്വാർത്ഥ താല്പര്യത്തിൻ്റെ പുറത്ത് മാറും, വിശാല താല്പര്യത്തിൻ്റെ പുറത്ത് മാറും, അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും പുറത്ത് മാറും, പല തരത്തിൽ മാറും. അങ്ങനെ എന്തായാലും ഇപ്പോൾ ഈ 25-26 കൂടി ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ശുക്രകാലം, അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു വസന്തകാലം, നല്ല കാലം എന്ന് പറയുന്നത് ആർക്കും ചെല്ലാൻ കഴിയുന്ന ഒരു പാർട്ടിയായി അത് നിൽക്കുന്നു. അതിൻ്റെ ഒരു സാധ്യത തുറക്കുന്നതിൽ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ആ പാർട്ടിയിലേക്ക് പോകുന്നു. ഇനി പോകുന്നവരെല്ലാം അവിടെ നിൽക്കുമോ, നിൽക്കുന്നവർ അവിടെ ഗുണമുണ്ടാക്കുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. ഇപ്പോൾ മാറനല്ലൂർ പഞ്ചായത്ത് ബി ജെ പിയാണ് ഭരിക്കുന്നത്. മാറനല്ലൂർ പഞ്ചായത്തിലെ എരുത്താവൂർ ചന്ദ്രൻ എന്ന് പറയുന്ന CPM-ന്റെ ഒരു വലിയ നേതാവ് ഉണ്ടായിരുന്നു, പ്രാദേശിക നേതാവ്. അവരൊക്കെ ബി ജെ പി പോയിട്ട് കുറേ വർഷമായി. ഇപ്പോൾ മാറനല്ലൂർ പഞ്ചായത്ത് ഭരിക്കുന്ന ബി ജെ പിയാണ്, വിളപ്പിൽ പഞ്ചായത്ത്. അപ്പോൾ പല സ്ഥലങ്ങളിലും CPM-ലുള്ള നേതാക്കളും, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്, കോൺഗ്രസിലുള്ള നേതാക്കളും ഒക്കെ ബി ജെ പിയിലേക്ക് പോകുന്ന കാഴ്ച കാണുന്നു. അതുകൊണ്ട് പണ്ട് കാലത്താണെങ്കിൽ CPM-ൽ നിന്ന് കോൺഗ്രസിൽ പോകും, കോൺഗ്രസിൽ നിന്ന് CPM-ൽ പോകും, CPM-ൽ നിന്ന് കൂടുതലും CPI-ൽ പോകും, CPI-ക്കാർ CPM-ൽ പോകും. ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഏത് പാർട്ടിയുടെ ആളുകളും ബി ജെ പിയിലേക്ക് പോകുന്ന പുതിയൊരു കാഴ്ചയാണ് കാണുന്നത്. അവിടെയാണ് കേരളം ഒരു ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾ വർഗീയതയെന്നും ആശയമെന്നും ആമാശയമെന്നും നിങ്ങൾ കമ്മ്യൂണിസമെന്നും കോൺഗ്രസിസമെന്നും ഗാന്ധിസമെന്നും ഒക്കെ പറഞ്ഞ് പിന്നെ ജാതി മതമൊക്കെ പറഞ്ഞ് വിവിധ അറകളിൽ കയറി നിൽക്കുന്നതൊക്കെ പൊളിച്ചെഴുതിക്കൊണ്ട് ആർക്കും എവിടെയും എപ്പോഴും കയറാവുന്ന നിലയിലുള്ള പാർട്ടികളായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി നിൽക്കുമ്പോൾ ആശയ രാഷ്ട്രീയം, ആദർശ രാഷ്ട്രീയം എന്നൊന്നും പറയുന്നതിനകത്ത് കാര്യമില്ല. ഇന്ന് ഇവിടെ നിൽക്കുന്ന ആള് നാളെ അപ്പുറത്താണ് കാലു ചവിട്ടുന്നത്. ഇന്ന് രാവിലെ ഒരിടത്തു നിന്ന് ഭക്ഷണം കഴിക്കുകയും ഉച്ചയ്ക്ക് ഒരിടത്തു നിന്ന് മറ്റൊരു പാർട്ടിയിൽ നിന്ന് ഉണ്ണുകയും വൈകുന്നേരം മറ്റൊരു പാർട്ടിയുടെ കൂടെ അന്തി ഉറങ്ങുകയും ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വങ്ങളും നേതാക്കളും മാറി എന്നുള്ളത് നല്ലതാണോ ചീത്തയാണോ, ഇനി അതിൻ്റെ ഗുണമുണ്ടോ ദോഷമുണ്ടോ, വ്യക്തികൾക്ക് ഗുണമുണ്ടോ, സമൂഹത്തിന് ഗുണമുണ്ടോ, കുടുംബത്തിന് ഗുണമുണ്ടോ, ഇതെല്ലാം കാലം വിലയിരുത്തേണ്ടതും കാലം തീരുമാനിക്കേണ്ടതും. നമുക്കതിനകത്തൊന്നും ഒരു പങ്കുമില്ല. പോയത് ശരിയെന്നോ നിൽക്കുന്ന ശരിയെന്നോ അല്ലെങ്കിൽ തകരുമെന്നോ ഒന്നും പറയാൻ കഴിയത്തില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ ബി ജെ പിക്ക് വലിയ വളർച്ചയുണ്ടാകുന്നു. അവരിലേക്ക് വിവിധ ജാതി മത വർഗ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരുപാട് പേർ അതിലേക്ക് ചെന്നിരിക്കുന്നു. ബി ജെ പി ഒരു ഓപ്ഷനായി മാറുകയാണോ?